ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കളർ ബബിൾസ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു മരമാണ് വരച്ചിട്ട് കളർ ചെയ്യാൻ പോകുന്നത്. ക്രയോൺസ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചില്ലേ, ജസ്റ്റ് ഒരു ലൈൻ മാത്രമല്ല, പല പല ലെയറുകളായിട്ടാണ് സ്കെച്ച് ചെയ്തിരിക്കുന്നത്. താഴേക്ക് എൻ്റെ തണ്ടും അതും കുറച്ചധികം ശിഖരങ്ങളൊക്കെ ഉള്ള, അതായത് കൊമ്പുകളൊക്കെ ഉള്ള ഒരു ഷേപ്പ്. ബാക്ക് സൈഡിലായിട്ട് വേറെ കുറച്ച് ഇലകൾ വരച്ചത്. ഇടത് ഭാഗത്തു നിന്നാണ് ലൈറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മരത്തിൻ്റെ ഇലകൾക്കെല്ലാം എങ്ങനെയാണ് കളർ ചെയ്യേണ്ടത്. അതായത് ഗ്രീൻ ഇലയ്ക്ക് വേണ്ടത് യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ എന്നുള്ളത് ഒരു ഫോർമാറ്റ്. ഇവിടെ പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ഒന്നിച്ച് ചെയ്യാതെ ഓരോ ശേഖരങ്ങളിലും ധാരാളം ഇലകളുണ്ടായിരിക്കും. അപ്പോൾ ലെയർ വൈസാണ്, ഓരോ ലെയറുകളായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് യെല്ലോ കളർ ചെയ്തു, അതിനുശേഷം ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓരോ ലെയറിന് താഴേക്കും ചെയ്തുകൊണ്ടിരിക്കും. ഇത് ആദ്യത്തെ ഒരു ലെയറായി, രണ്ടാമത്തെ ലെയർ, മൂന്നാമത്തെ ലെയർ. ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ മരത്തിന് പലവിധം ധാരാളം ശിഖരങ്ങളുണ്ടായിരിക്കും, ഓരോ ധാരാളം കൊമ്പുകളുണ്ടായിരിക്കും അല്ലേ, അതിലെല്ലാം നിറയെ ഇലകളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ മരങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നിച്ച് നമ്മൾ യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ എന്നല്ലാതെ ഓരോന്നും കൂട്ടമായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ ഒരു തിക്നെസ്, ധാരാളം ഇലകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന നല്ലൊരു മരമായിട്ട് കളർ ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. താഴെ ഭാഗത്ത്, അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരത്തിൻ്റെ പുറകുവശത്ത് കാണുന്ന ഇലകളാണ്. അത് നമ്മൾ യെല്ലോ കളർ യൂസ് ചെയ്യാതെ ലൈറ്റ് ഗ്രീനിൽ നിന്നാണ് പറയുന്നത്. കാരണം അത് ഡാർക്കിലേക്കാണ് നമ്മൾ പോവുക അല്ലേ, അപ്പുറം പുറകുവശത്തുള്ള ഇലകളാണ്. അപ്പോൾ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത് അതിലേക്ക് ഡാർക്ക് ബ്ലൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടെ ഡെപ്ത് നമുക്ക് കിട്ടും. മരത്തിൻ്റെ തണ്ടിന് ഇതേപോലെ തന്നെ യെല്ലോ കളേഴ്സ് ആഡ് ചെയ്യുന്നു. വെളിച്ചം തട്ടുന്ന ഭാഗം യെല്ലോ, അതിനുശേഷം വെളിച്ചം തട്ടാത്ത ഭാഗത്തേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓറഞ്ച് കളർ മിക്സ് ചെയ്യുന്നു. രണ്ടാമത്തെ ടോണും അങ്ങനെ നമ്മൾ ചെയ്തു. മൂന്നാമതായിട്ട് മരത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇലകളുടെ ഷാഡോ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡാർക്ക് ബ്രൗണ്, മരത്തിൻ്റെ പൊത്ത്, അതേപോലെ വലതു ഭാഗത്തേക്ക് ലൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ബ്രൗണ് അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ ഇതേപോലെ ഒരു ലെയർ ഫീൽ, അതായത് സെപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗത്തിന് ബ്രൗണ് അപ്ലൈ ചെയ്യുന്നത്. പുറകുവശത്ത് ഇതേപോലെ തന്നെ മരത്തിൻ്റെ ഇലയ്ക്ക് ചെയ്ത പോലെ തന്നെ യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് പുറകുവശത്തുള്ള പുല്ലുകൾ നമ്മൾ കളർ ചെയ്തെടുക്കുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെ ഗ്രൗണ്ട് ചെയ്യാം. നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പുൽ മൈതാനത്താണ് മരം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പച്ച കളർ ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് യെല്ലോ, അതായത് മണ്ണിൻ്റെ ഭാഗങ്ങൾ കാണിക്കാൻ, കൂടാതെ ലാസ്റ്റ് വന്നിട്ട് ഡാർക്ക് ഗ്രീൻ ചെയ്ത് ഷാഡോ, ചെറിയതായിട്ട് പുല്ലിൻ്റെ ഒരു സജഷൻ. അപ്പോൾ എല്ലാവർക്കും മരം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.